നമസ്കാരം. എല്ലാവർക്കും ടൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേടെറ്റ് മലയാളവുമായി ബന്ധപ്പെട്ട് ഒരു ഫൈനൽ റിവിഷൻ എന്നുള്ള രീതിയിലുള്ള ക്ലാസ്സാണ് എടുക്കുന്നത്. അതിൽ കേടെറ്റ് മെയിൻ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സാണ് നമ്മളിന്ന് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പം നമ്മൾ രണ്ട് ടോപ്പിക്കുകളും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, ആദ്യം നമ്മൾ നമ്മുടെ തിയറി പോർഷനുമായിട്ട് ബന്ധപ്പെട്ട്, തിയറി പോർഷൻ എന്ന് പറഞ്ഞാൽ മലയാളം പെഡഗോജി ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ക്ലാസ്സാണ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് എടുക്കുന്നത്. ഓക്കെ, അതിൽ സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന ഈ ഒരു തിയറിയാണ് നമ്മളിന്ന് എടുക്കുന്നത്. നിങ്ങളിത് ഓൾറെഡി സൈക്കോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ സൈക്കോളജി നമുക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത്. മെയിൻ പേപ്പറിൽ മലയാളത്തിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, പെഡഗോജി സെക്ഷനും മലയാളത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുള്ള ആളുകളായതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ മെയിൻ പേപ്പറിന് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പെഡഗോജിയായി ബന്ധപ്പെട്ടിട്ടുള്ള മലയാളം ടേമുകൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായി വരും. അപ്പോൾ നിങ്ങളത് സമയമെടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മലയാളം ടഫായി ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. നമ്മൾ ഓൾറെഡി ഇംഗ്ലീഷിൽ പഠിച്ചതായതുകൊണ്ട് നമുക്ക് അതിൻ്റെ മലയാളം വാക്ക് കുറച്ച് ടഫായിട്ട് തോന്നാം. പക്ഷേ നമുക്കത് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, ഇതിൻ്റെ ഒരു ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് വൈഗോട്സ്കിയാണ്. ലെവ് സെമിയോണോവിച്ച് വൈഗോട്സ്കി, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. ലെവ് സെമിയോണോവിച്ച് വൈഗോട്സ്കി എന്നാണ് മുഴുവൻ പേര്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സിദ്ധാന്തമാണ്, അതായത് സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തമാണ് നമ്മൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ നിലവിലുള്ള സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പാഠ്യപദ്ധതിയാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി ഇദ്ദേഹത്തെ മനഃശാസ്ത്രത്തിലെ മൊസാട്ട് എന്നാണ് അറിയപ്പെടുന്നത്. മനഃശാസ്ത്രത്തിലെ മൊസാട്ട് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് വൈഗോട്സ്കിയാണ്. സാമൂഹ്യ ജ്ഞാതൃവാദത്തിൽ അധിഷ്ഠിതമായ ഒരു മനഃശാസ്ത്ര പദ്ധതിക്ക് തുടക്കം കുറിച്ചത് വൈഗോട്സ്കിയാണ്. ഓക്കെ, അപ്പോൾ സാമൂഹ്യ ജ്ഞാതൃവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മനഃശാസ്ത്ര പദ്ധതി അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്ര രീതിക്ക് തുടക്കം കുറിച്ചത് വൈഗോട്സ്കിയാണ് എന്ന് പറയാം. പഠന പ്രവർത്തനങ്ങളിൽ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ടിട്ടുള്ള ആശയമാണ് സഹകരണാത്മക പഠനവും സഹവർത്തിത പഠനവും. ഓക്കെ, സഹകരണാത്മക പഠനം, സഹവർത്തിത പഠനം. അതിനു മുമ്പേ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് ചിന്തയും ഭാഷയും എന്ന് പറയുന്നത്. ചിന്തയും ഭാഷയും, ഓക്കെ, അദ്ദേഹത്തിൻ്റെ ബുക്കാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ചിന്തയും ഭാഷയും, തോട്ട് ആൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാശയങ്ങൾ നമ്മൾ പറഞ്ഞു, സഹകരണാത്മക പഠനവും സഹവർത്തിത പഠനം. ഇതിന് പ്രാധാന്യം നൽകിയ ആളാണ് വൈഗോട്സ്കി. അപ്പോൾ സഹവർത്തിത ശൈലിയിൽ ഊന്നിയ പഠന മികവ് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ വരുത്തും എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. അപ്പോൾ എന്താണ് ഇനി സഹകരണാത്മക പഠനം അല്ലെങ്കിൽ സഹവർത്തിത പഠനം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സഹവർത്തിത പഠനം എന്ന് പറഞ്ഞാൽ അധ്യാപകൻ്റെ ഇടപെടലിനും ചിട്ടപ്പെടുത്തലിനും വിധേയമായ സംഘപ്രവർത്തന പ്രക്രിയയാണ് സഹവർത്തിത പഠനം എന്ന് പറയുന്നത്. അതായത് ഇതിൽ അധ്യാപകൻ്റെ ഇടപെടലുണ്ടായിരിക്കും. അതുപോലെ അധ്യാപകൻ നൽകുന്ന നിർദ്ദേശങ്ങൾക്കൊക്കെ അനുസരിച്ച് ചെയ്യുന്ന പ്രവർത്തനമാണ് സംഘപ്രവർത്തനം. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചെയ്യുന്ന പ്രവർത്തനമാണ് സംഘപ്രവർത്തനം എന്ന് പറയുന്നത്. ഇത്തരം ഒരു പഠന രീതിയിലൂടെ കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള സംഘപ്രവർത്തന നൈപുണികൾ, പ്രത്യേകമായിട്ടുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റി സ്കില്ലുകൾ കുട്ടികളിൽ ഉണ്ടാവുകയും അതുപോലെ തന്നെ അവരുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള പരിമിതികൾ മറികടന്ന് ഉയർന്ന നിലയിലേക്ക് എത്താനും ഈ സഹവർത്തിത പഠനം സഹായകരമാവും. ഓക്കെ, ക്ലിയറായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി സഹകരണാത്മക പഠനം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം കുട്ടികൾ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒരേപോലെ പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ സഹകരണാത്മക പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു.
ഇനി ഓരോ കുട്ടിയുടെയും സാമൂഹിക സാംസ്കാരിക ഇടപെടലുകൾക്ക് പഠനത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയും എന്നാണ് ആര് പറയുന്നത്? വൈഗോട്സ്കി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ കുട്ടിയുടെയും സാമൂഹിക സാംസ്കാരിക ഇടപെടലുകൾക്ക് പഠനത്തിലുള്ള സ്വാധീനം അവരുടെ പഠനത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് വൈഗോട്സ്കി പറയുന്നു. ഓക്കെ, അപ്പോൾ താഴേക്കിടയിലുള്ള ഒരു കുട്ടിയുടെ പഠന അന്തരീക്ഷം എന്ന് പറയുന്നത് മുകളിൽ അല്ലെങ്കിൽ ഉന്നത നിലയിൽ പറഞ്ഞാൽ പഠിക്കാൻ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ബുദ്ധിമുട്ടുകളും അറിയാത്ത പിള്ളേരുണ്ടാവും അല്ലേ, അവർക്ക് കിട്ടുന്നൊരു പഠനാന്തരീക്ഷവും ഇപ്പോൾ പഠിക്കാൻ യാതൊരു വിധത്തിലുള്ള സാഹചര്യങ്ങളും ഇല്ലാത്തവർക്ക് കിട്ടുന്ന പഠനാന്തരീക്ഷവും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വ്യത്യാസം അവരുടെ രണ്ടുപേരുടെയും പഠനത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ് ആര് പറയുന്നത്? വൈഗോട്സ്കി പറയുന്നത്. ഓക്കെ, അപ്പോൾ വ്യക്തി ചുറ്റുപാടുകളിൽ ഇടപെടുന്നത് സാംസ്കാരികമായി അവനിൽ രൂപപ്പെട്ട ചില ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ്. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തി ചുറ്റുപാടിൽ ഇടപെടുന്നത് സാംസ്കാരികമായി അവനിൽ നമ്മളിൽ ഓരോരുത്തരിലും രൂപപ്പെടുന്ന ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഈ ഉപകരണങ്ങൾ അത് മാനസികമാകാം അല്ലെങ്കിൽ ഭൗതികമാകാം. ഭൗതികമാകാം. മാനസിക ഉപകരണങ്ങൾക്ക് ഉദാഹരണമാണ് ഭാഷ, അക്കം തുടങ്ങിയവയൊക്കെ. അപ്പോൾ മാനസിക ഉപകരണങ്ങൾക്ക് ഉദാഹരണമാണ് ഭാഷ, അക്കം തുടങ്ങിയവയൊക്കെ. ഭൗതിക ഉപകരണങ്ങൾക്ക് ഉദാഹരണമാണ് പേന, അച്ചടി മാധ്യമങ്ങൾ തുടങ്ങിയവയൊക്കെ. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി ഇപ്പോൾ 2 ആശയങ്ങളാണ് നമ്മൾ വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്: സഹകരണാത്മക പഠനവും സഹവർത്തിത പഠനവും. ഇനി അടുത്ത നമ്മൾ പറയുന്നത് വികസനത്തിൻ്റെ സമീപസ്ഥ മണ്ഡലമാണ്. വികസനത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം ഇത് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ആശയമാണ്. അപ്പോൾ അതിന് 3 തലങ്ങളാണുള്ളത്: യഥാർത്ഥ വികസന തലം, വികസനശേഷി തലം, സമീപസ്ഥ വികസന മേഖല. ഓക്കെ, അപ്പോൾ യഥാർത്ഥ വികസന തലം എന്ന് പറയാം. യഥാർത്ഥ വികസന തലം എന്ന് പറഞ്ഞാൽ ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പഠിതാവ്, അതായത് നമ്മൾ പഠിക്കുന്ന കുട്ടികൾ ആർജിച്ചു കഴിഞ്ഞ വികസനത്തിൻ്റെ നിലവാരം സൂചിപ്പിക്കുന്നതാണ് യഥാർത്ഥ വികസനശേഷി തലം എന്ന് പറഞ്ഞാൽ. ഓൾറെഡി അവർ പഠിച്ചിട്ടുള്ള ആ ഒരു അറിവിൻ്റെ അല്ലെങ്കിൽ ആർജിച്ചു കഴിഞ്ഞിട്ടുള്ള വികസനത്തിൻ്റെ നിലവാരത്തെയാണ് യഥാർത്ഥ വികസന തലം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നിർദ്ദിഷ്ട സമയത്ത് പഠിതാവ് പ്രശ്ന നിർദ്ധാരണ ശേഷി നൽകുന്ന നിലവിലുള്ള വികസന നിലവാരത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്ര ഓർക്കുക, യഥാർത്ഥ വികസന തലം എന്ന് പറഞ്ഞാൽ ആ കുട്ടി അല്ലെങ്കിൽ പഠിതാവ് ഓൾറെഡി നേടിയിട്ടുള്ള വികസനത്തിൻ്റെ നിലവാരത്തെയാണ് നമ്മൾ യഥാർത്ഥ വികസന തലം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വികസനശേഷി തലം. വികസനശേഷി തലം എന്ന് പറഞ്ഞാൽ ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റിനെയാണ് വികസനശേഷി തലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് അധ്യാപകൻ്റെയോ സുഹൃത്തിൻ്റെയോ ഒക്കെ ഒരു കൂട്ടമായ പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ സഹായത്തിലൂടെ പഠിതാവിന് ഒരു ഇതുവരെ ആർജിക്കാനുള്ള ശേഷിയുണ്ട്, അല്ലെങ്കിൽ ഒരു മാക്സിമം ഇന്ന രീതിയിൽ ആർജിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് വികസനശേഷി തലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വികസനശേഷി തലം പറഞ്ഞാൽ മറ്റൊരാളുടെ സഹായത്തോടു കൂടി, അതിപ്പോൾ അധ്യാപകനാകാം, സുഹൃത്തുക്കളാകാം, ഇവരുടെയൊക്കെ സഹായത്തോടെ അല്ലെങ്കിൽ സംഘടിത പ്രവർത്തനത്തിലൂടെ ഒരു പഠിതാവിന് ഇത്ര വരെ ആർജിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് പറയുന്നതിനെയാണ് വികസനശേഷി തലം എന്ന് പറയുന്നത്. ക്ലിയർ? മൂന്നാമത്തേതാണ് സമീപസ്ഥ വികസന മേഖല. അതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, ZPD എന്ന് പറയുന്നത്. വൈഗോട്സ്കിയുടെ ആശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വികസനത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ
ഓരോ പഠിതാവിനും ഒരു പ്രത്യേക സന്ദർഭത്തിൽ എന്തുണ്ടാവും, ഒരു പഠന മേഖലയിൽ സ്വന്തം നിലയിൽ എത്തിച്ചേരാവുന്ന ഒരു വികസന നിലയുണ്ട്. അതുപോലെ മറ്റൊരാളുടെ സഹായത്തോടെ എത്തിച്ചേരാവുന്ന ഒരു വികസന നിലയുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്തുണ്ടായിരിക്കും, ഒരു ചെറിയ വ്യത്യാസമുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സമീപസ്ഥ വികസന മേഖല എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഒന്നുകൂടി പറയാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കുന്നത്. ഇതിനെ നമ്മൾ 3ആയിട്ട് ഭാഗിക്കുന്നു. ഓക്കെ, ഇതിൽ നമ്മൾ ആദ്യം പറയുന്നത് യഥാർത്ഥ വികസന തലമാണ്. ഇതാണ് യഥാർത്ഥ വികസന തലം, ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ്, അതായത് ഇത്രയും ഭാഗം എന്ന് പറയുന്നത്, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കുട്ടി നേരത്തെ ആർജിച്ചിട്ടുള്ള അറിവാണ്, അല്ലെങ്കിൽ കുട്ടി നേരത്തെ ആർജിച്ചിട്ടുള്ള വികസനത്തിൻ്റെ നിലവാരമാണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് എന്ന് പറയുന്നതാണ് എന്ത്, ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്. ഈ കുട്ടിക്ക് നമ്മൾ അധ്യാപകർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഒക്കെ ഒരു പുഷ് കൊടുത്താൽ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു സഹായം എന്ന നിലയിൽ അധ്യാപകരും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഏകദേശം ഇത്രത്തോളം ആ കുട്ടിയുടെ വികസന തലം എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഉയരും. ഓക്കെ, അപ്പോൾ അത്രത്തോളം ഉയരും. അപ്പോൾ അത്രത്തോളം ഉയരുന്ന ഈ ഒരു ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, വികസനശേഷി തലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കുട്ടി സ്വയം ആർജിക്കുന്ന വികസനശേഷി തലമാണ്. ഇതാണെങ്കിൽ കുട്ടിക്ക് മറ്റൊരാളുടെ സഹായത്തോട് കൂടി നേടാൻ കഴിയുന്ന വികസനശേഷി തലമാണ്. ഇനി ഇവയ്ക്ക് രണ്ടിനും ഇടയിൽ എന്തുണ്ട്, ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിനെയാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നതാണ് ഓരോ പഠിതാവിനും ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു പഠന മേഖലയിൽ ഈ യഥാർത്ഥ വികസനശേഷി തലവും തമ്മിലുള്ള വ്യത്യാസത്തെ, അല്ലെങ്കിൽ തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ZPD എന്ന് പറയുന്നത്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുട്ടിയുടെ സ്വയം പഠനത്തെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്ന തരത്തിൽ അവരുടെ വികസനത്തിൻ്റെ സമീപസ്ഥ മണ്ഡലത്തിലുള്ള അനുഭവങ്ങൾ ഒരുക്കി കൊടുക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ കടമ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടിയുടെ സ്വയം പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ അവരുടെ വികസനത്തിൻ്റെ സമീപസ്ഥ മണ്ഡലത്തിലുള്ള അനുഭവങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അതാണ് 3-ാമത്തെ വൈഗോട്സ്കിയുടെ ഒരു ആശയം. ഇനി അടുത്തതാണ് കൈത്താങ് എന്ന് പറയുന്നത് സ്കഫോൾഡിങ്. കൈത്താങ്. ഓക്കെ, വ്യക്തിയെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് മുന്നേറാൻ സഹായിക്കുന്ന വൈജ്ഞാനിക ഘടനയാണ് നമ്മൾ കൈത്താങ് അല്ലെങ്കിൽ താങ്ങുതലം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഒരു വ്യക്തിയെ അയാളെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് മുന്നേറാൻ സഹായിക്കുക. അപ്പോൾ അയാൾ സ്വയം, ഇപ്പം ഞാൻ പഠിക്കുകയാണ്, അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് എനിക്ക് പഠിക്കാൻ പറ്റുന്ന അത്രയും ഞാൻ മറ്റാരുടെയും സഹായമില്ലാതെ പഠിക്കുകയാണ്. ഓക്കെ, അങ്ങനെ പഠിക്കുമ്പോൾ എനിക്ക് അതിൽ എന്തുണ്ടായിരിക്കും, ചില തെറ്റുകൾ ഞാൻ വരുത്തുന്നുണ്ടായിരിക്കും, എനിക്ക് പഠിച്ചത് ഓർത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, തടസ്സങ്ങളൊക്കെ എനിക്ക് മറ്റൊരാളുടെ സഹായത്തോടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലാതാക്കാൻ കഴിയുള്ളൂ. കറക്ഷൻ ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ പഠിച്ചതൊക്കെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കോഡുകളൊക്കെ തയ്യാറാക്കി തരണമെങ്കിലൊക്കെ എനിക്ക് മറ്റൊരാളുടെ സഹായം വേണം. ഓക്കെ, അപ്പോൾ അങ്ങനെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് മുന്നേറാൻ എന്നെ സഹായിക്കുന്ന വൈജ്ഞാനിക ഘടന. അപ്പോൾ മറ്റൊരാൾ എന്നെ സഹായിക്കുന്നു എന്ന് പറയുക, മറ്റൊരാളെ അല്ലെങ്കിൽ ആ സഹായിക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുക,
സ്കഫോൾഡിങ് എന്ന് പറയാം. സഹായിക്കുന്നതിനെയാണ് നമ്മൾ സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പോൾ പഠന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന കുട്ടിക്ക് പല വിധത്തിലുള്ള അന്യ സഹായം ആവശ്യമായി വരും അല്ലേ. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് തന്നെ പല രീതിയിൽ നമ്മുടേതും അവരുടെ സുഹൃത്തുക്കളുടേതുമായിട്ടുള്ള പല രീതിയിലുള്ള സഹായങ്ങൾ ആവശ്യം വരും അല്ലേ. അപ്പോൾ ടീച്ചറോടാണെങ്കിൽ സംശയങ്ങൾ തീർക്കാൻ, ഏത് രീതിയിലാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നറിയുന്നതിന്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അധ്യാപകർ ആവശ്യമായി വരും. ഇതേ രീതി തന്നെ അധ്യാപകരില്ലെങ്കിൽ മറ്റ് കുട്ടികൾ ഇതറിയാവുന്ന മറ്റ് കുട്ടികളെ അവരെന്ത് ചെയ്യും, സമീപിക്കും അല്ലേ. അപ്പോൾ ആ കുട്ടികളും ഇവരെ സഹായിക്കും. അപ്പോൾ ഇങ്ങനെ അന്യസഹായം ആവശ്യമായി വരുന്ന ഈ സഹായത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൈത്താങ്ങ് എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പോൾ ഇത് എന്ത് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിലെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു, അപ്പോൾ അധ്യാപകർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ കുട്ടികളെ അല്ലെങ്കിൽ പഠിതാക്കളെ ഇങ്ങനെ സഹായിക്കുന്നു, പല രീതിയിൽ സഹായിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഈ സഹായം എന്ന് പറഞ്ഞാൽ ഉത്തരങ്ങൾ നേരിട്ട് പറഞ്ഞു കൊടുക്കല്ല. അപ്പോൾ ഒരു ചോദ്യം കൊടുത്തു, അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറഞ്ഞപ്പോൾ ആ കുട്ടി ടീച്ചറോട് ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ് എഴുതേണ്ടത്, ഇതിലെന്തൊക്കെ പോയിൻറ്റ്സാണ് ഉൾക്കൊള്ളിക്കേണ്ടത് എന്നൊക്കെ ടീച്ചറോട് ചോദിച്ചിട്ട് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന പോയിൻറ്റുകൾ ഇതിൽ ഉൾപ്പെടുത്തണം, ഇന്ന രീതിയിൽ എഴുതണം എന്ന് പറഞ്ഞാൽ ടീച്ചർ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ആ നിർദ്ദേശങ്ങളെ നമുക്ക് എന്തായി കണക്കാക്കാം, സ്കഫോൾഡിങ് ആയിട്ട് കണക്കാക്കാം. ഓക്കെ. പക്ഷേ ഈ കുട്ടി ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ടീച്ചർ ഇന്ന രീതിയിൽ ഇതാണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ നേരിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നതിന് നമുക്ക് സ്കഫോൾഡിംഗ് ആയി കണക്കാക്കാൻ കഴിയില്ല എന്നാണ് ആര് പറയുന്നത്, വൈഗോട്സ്കി പറയുന്നത്. ക്ലിയർ. അപ്പോൾ ഈ ബാഹ്യസഹായം ഇങ്ങനെ അധ്യാപകരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ കൊടുക്കുന്ന ബാഹ്യസഹായം അല്ലെങ്കിൽ ഉത്തരങ്ങൾ നേരിട്ട് പറഞ്ഞു കൊടുക്കുന്ന രീതിയല്ല, മറിച്ച് കൂടുതൽ അറിവുള്ള ഒരാൾ നൽകുന്ന സഹായങ്ങളെയാണ് നമ്മൾ കൈത്താങ്ങ് എന്ന് പറയുന്നത്. ക്ലിയർ. പഠിതാവ് ആശയനിർമ്മാണത്തിന് പ്രാപ്തനാവുന്നതിനനുസരിച്ച് കൈത്താങ്ങ് കുറച്ച് കൊണ്ടുവരുന്നതാണ് രീതി. ഓക്കെ. ക്ലിയർ. ഇനി അടുത്ത ആശയം എന്ന് പറയുന്നത് സാംസ്കാരിക ഉപകരണങ്ങളാണ്. അപ്പോൾ മനുഷ്യവർഗം സാംസ്കാരിക വികസനത്തിൻ്റെ ഭാഗമായി 2 തരം ഉപകരണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് വൈഗോട്സ്കി പറയുന്നു. ഓക്കെ. 2 തരം ഉപകരണങ്ങൾ, 2 തരം ഉപകരണങ്ങൾ. അതിലൊന്ന് ഭൗതികമാണ്, ഒന്ന് ഭൗതികം, മറ്റൊന്ന് മാനസികമാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ കല്ല്, വടി തുടങ്ങിയവയൊക്കെ ഭൗതികവും സാങ്കേതികവുമായ ഉപകരണങ്ങളും, ഭാഷ, എണ്ണൽ സമ്പ്രദായങ്ങൾ, ചിഹ്ന സമ്പ്രദായങ്ങൾ, സൂത്രവാക്യങ്ങൾ തുടങ്ങിയ മാനസിക ഉപകരണങ്ങളുമാണ്. ക്ലിയർ. ഇവ ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗമായാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഭൗതിക ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഭൗതികവും സാങ്കേതികവുമായിട്ടുള്ള ഉപകരണങ്ങളും മാനസിക ഉപകരണങ്ങളൊക്കെ ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അപ്പോൾ മാനസിക ഉപകരണങ്ങൾ മാനസിക ഘടനയിൽ മാറ്റമുണ്ടാക്കുന്ന പ്രക്രിയകളാണ് നമ്മൾ മാനസിക ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട ഉപകരണം, അത് ഭൗതികമായാലും മാനസികമായാലും ഏറ്റവും മെച്ചപ്പെട്ട ഉപകരണം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന പഠിതാവിന് മാത്രമേ നന്നായി പഠിക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഇത് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു പഠിതാവാണെങ്കിൽ അയാൾക്ക് നന്നായി പഠിക്കാൻ കഴിയില്ല, അയാൾ പഠനത്തിൽ പിന്നോട്ട് പോകും എന്നാണ് ആര് പറയുന്നത്, വൈഗോട്സ്കി പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രസക്തി കൂടി ഒന്ന് നോക്കാം. അതിലാദ്യത്തേത്, മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു കേവല ജന്തുവാണ് എന്ന് പറയുന്നു. ഓക്കെ. മനുഷ്യനിലെ കേവല ജന്തുവിനെ മാത്രം കണ്ട വ്യവഹാരവാദത്തിനും ഏകാഗിയായ അന്വേഷകനെ മാത്രം കണ്ട കേവല ജ്ഞാന നിർമ്മിതിവാദത്തിനും അപ്പുറമുള്ള ഒരു സാധ്യതയാണ് മനുഷ്യനിലെ സാമൂഹിക വശത്തിൽ ഊന്നിയ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഈ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന് മുന്നേ ആയിട്ട് 2 തിയറികൾ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് വ്യവഹാരവാദവും ഒന്ന് ജ്ഞാന നിർമ്മിതിവാദവും. ഓക്കെ. അതിൽ വ്യവഹാരവാദത്തിനും ജ്ഞാനനിർമ്മിതിവാദത്തിനും ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു സാധ്യതയാണ്
സാമൂഹിക വശത്തിൽ ഊന്നിയ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ പോയിൻ്റ്. രണ്ടാമത്തത് ഈ സമീപനം, അതായത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് ജനാധിപത്യത്തിലും സാമൂഹിക മൂല്യങ്ങളിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു നല്ല സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് ഗുണകരമാണ് എന്ന് പറയുന്നു. മൂന്നാമത്തേത് പഠനത്തിൽ സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങൾ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പഠനത്തിൽ സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങൾ പരിഗണിക്കുന്നു. സഹവർത്തിത പഠനത്തിനും സഹകരണ പഠനത്തിനും പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണിത്. ഇനി കുട്ടി അറിവ് സാമൂഹികമായി നിർമ്മിക്കുകയാണ്. ഓരോ കുട്ടിയുടെയും ZPD പരിഗണിച്ചാണ് പഠനതന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടത് എന്നും ഇതിൻ്റെ ഒരു വിദ്യാഭ്യാസ പ്രസക്തിയാണ്. ഓക്കെ, അപ്പോൾ വൈഗോട്സ്കിയുടെ ആശയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ആയി വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നോക്കാം. ഒന്നാമത്തത്, വൈഗോട്സ്കിയുടെ ആശയങ്ങളിൽ പെടാത്തത് ഏത്? വികസനത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം, കൈത്താങ് നൽകൽ, സഹവർത്തിത പഠനം, സർവഭാഷാ വ്യാകരണം. നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്, സർവഭാഷാ വ്യാകരണം. അത് ചോംസ്കിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, കൈത്താങ് എന്ന സങ്കല്പനത്തെ നിരാകരിക്കുന്ന പ്രസ്താവന കണ്ടെത്തുക. നിശ്ചിതമായ ഒരു നിലവാരത്തിലേക്ക് എല്ലാ കുട്ടികളെയും എത്തിക്കൽ, മികച്ച മത്സരാന്തരീക്ഷത്തിൽ കുട്ടികളെ വളർത്തിയെടുക്കൽ, നിലവിലെ നിലവാരത്തിൽ നിന്ന് സാധ്യമായ നിലവാരത്തിലേക്ക് ഉയർത്തൽ, മികവിലേക്ക് ഉയരാത്തവരെ അരിച്ചു മാറ്റൽ. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്, അല്ലേ? മികവിലേക്ക് എത്താത്ത വിദ്യാർത്ഥികളെ നമ്മൾ ഒഴിവാക്കല്ല വേണ്ടത്, മറിച്ച് അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് അവരെയും കൂടി ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്, അല്ലേ? അടുത്തത്, സാമൂഹിക ഭാഷണം, സ്വയം ഭാഷണം, ആന്തരിക ഭാഷണം എന്ന ക്രമത്തിലാണ് ഭാഷ കുട്ടിയിൽ വികാസം പ്രാപിക്കുന്നത് എന്ന് വിശദീകരിച്ചത് വൈഗോട്സ്കിയാണ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക കേട്ടോ. അത് ഓർഡർ ആക്കാൻ എന്നുള്ള രീതിയിലും പ്രീവിയസ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സാമൂഹിക ഭാഷണം, സ്വയം ഭാഷണം, ആന്തരിക ഭാഷണം, അത് പഠിച്ചു വയ്ക്കുക. ഇനി സഹവർത്തിത ക്ലാസ്സിലെ കുട്ടികൾക്ക് തടസ്സമായി വരാവുന്ന കാര്യം: ക്ലാസ്സിൽ സഞ്ചരിക്കാനും സംസാരിക്കാനുമുള്ള അവസരം, സ്വതന്ത്രമായി പരസ്പരം ഇടപെടാനും പങ്കുവയ്ക്കാനുമുള്ള അവസരം, ഭൗതികവും മാനസികവുമായ അയവേറിയ അന്തരീക്ഷം, കർശനമായ അച്ചടക്കത്തിന് നൽകുന്ന പ്രാധാന്യം. ഇതന്നെ. അപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം 3 ഓപ്ഷനുകൾ പോസിറ്റീവ് എന്നുള്ള രീതിയിലാണെങ്കിൽ 4ാമത്തെ ഓപ്ഷൻ നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഓപ്ഷനായിരിക്കും അപ്പോൾ അതിൽ ഉത്തരമായിട്ട് വരിക. ഇനി 3 ഓപ്ഷൻ നെഗറ്റീവ് ആണെങ്കിൽ 1 മാത്രം പോസിറ്റീവ് ആണെങ്കിൽ അതായിരിക്കും അതിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളത്. ഇനി സഹവർത്തിത ക്ലാസ്സിലെ പഠിതാവിന് യോജിക്കാത്ത സൂചന: സഹപ്രവർത്തകൻ, സജീവ പങ്കാളി, കാഴ്ചക്കാരൻ, ആസൂത്രകൻ. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ഉത്തരം. കാഴ്ചക്കാരനായിരിക്കില്ല. സഹവർത്തി പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരാൾ മാത്രം കാഴ്ചക്കാരനായി നിൽക്കാൻ കഴിയില്ല. ഇനി പഠനത്തെ സംബന്ധിച്ച് ZPD സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, സമീപസ്ഥ വികസന മണ്ഡലം എന്ന ആശയം മുന്നോട്ട് വെച്ചത് വൈഗോട്സ്കി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു തിയറി പോർഷനുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ആയി വന്നിട്ടുള്ള ഈ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. നമുക്കിതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ കിട്ടാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് ഈ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പോർഷൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കുക. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ നിങ്ങളെ സഹായിക്കും. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇനി നമ്മൾ വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോർഷനാണ്. സന്ധി എന്ന് പറയുന്ന ഭാഗമാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സന്ധി എന്താണെന്ന് നിങ്ങൾക്കറിയാം. സന്ധി എന്ന് പറഞ്ഞാൽ ചേർച്ച എന്നാണ് അർത്ഥം. 2 വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത്. അതിലാദ്യത്തേത് ലോപസന്ധിയാണ്. ലോപസന്ധി എന്ന് പറയുന്നത് 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിലൊന്ന് ലോപിച്ച് പോകുന്നത്. അത് ലോപിക്കുക പറഞ്ഞാൽ ഇല്ലാതായി പോവുക. അങ്ങനെ ഇല്ലാതായി പോകുന്നതിനെയാണ് ലോപസന്ധി എന്ന് പറയുന്നത്. ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്: ആയി അധികം ഇല്ല, ആയില്ല. അപ്പോൾ ഇവിടെ ഈ എന്നുള്ള അക്ഷരം, അതായത് ആയിയിലെ വള്ളി ഉണ്ടല്ലോ, ഈ വള്ളി പോയിട്ട് ഈ എന്നുള്ള അക്ഷരം ഇതിനോട് കൂടി ചേരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആയില്ല എന്നാകുന്നു. അപ്പോൾ ഒരു വർണ്ണം പോകുന്നു. ഒന്നുകിൽ ഇകാരം അല്ലെങ്കിൽ ഉകാരം
അല്ലെങ്കിൽ സമൃദ്ധോകാരം. സമൃദ്ധോകാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാട് എന്ന് എഴുതുന്ന സമയത്ത് ഡാൻ്റെ മുകളിലൊരു ചിഹ്നം ഇടുമല്ലേ, ചന്ദ്രക്കല എന്ന് പറയാം നമ്മൾ. അതിനെയാണ് സമൃദ്ധോകാരം എന്ന് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് എന്തായി പോകുന്നത്, ലോപിച്ച് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു മറ്റൊരു ഉദാഹരണം എഴുതാം. തണുപ്പ് അധികം ഉണ്ട്. നമ്മളെങ്ങനെ എഴുതുക, തണുപ്പുണ്ട് എന്ന് ചേർത്ത് എഴുതും, തണുപ്പുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു സമൃദ്ധോകാരമാണ് പോയിട്ടുള്ളത്. സമൃദ്ധോകാരം പോയിട്ട് ഈ ഊ എന്നുള്ളത് പായോട് കൂടി കൂടിച്ചേർന്ന് പൂ എന്നാവുന്നു. അപ്പോൾ തണുപ്പുണ്ട് എന്നായി മാറും. ക്ലിയർ. അപ്പോൾ ഇങ്ങനെയുള്ളതിനെയാണ് ലോപസന്ധി എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എപ്പോഴൊക്കെയാണ് ഈ ലോപസന്ധി സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിലാദ്യത്തേത് സ്വരം പരമായാൽ സമൃദ്ധം ലോപിക്കും. സ്വരം പരമാകുക പറഞ്ഞാൽ, പരം എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത് വരുന്ന പദമാണ് പരപദം എന്ന് പറയുന്നത്. ഓക്കെ, പരപദം അല്ലെങ്കിൽ ഉത്തരപദം എന്ന് പറയും. ആദ്യത്തിൽ വരുന്ന പദമാണ് പൂർവ്വപദം. ഓക്കെ, പൂർവ്വപദം. അപ്പോൾ സ്വരം പരമായാൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വാക്കിൽ ആദ്യത്തെ അക്ഷരം സ്വരമായാൽ സമൃദ്ധം ലോപിക്കും. അതായത് ഇവിടെ ഇട്ടിട്ടുള്ള ഈ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ചന്ദ്രക്കല, ഈ ചന്ദ്രക്കല ലോപിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ വീട് അധികം ഇല്ല, വീടില്ല എന്നായി മാറുകയാണ് ചെയ്യുന്നത്. വീടില്ല എന്നുള്ളത്. അപ്പോൾ വീടില്ല എന്നാകുമ്പോൾ ഡായുടെ മുകളിലുള്ള ചന്ദ്രക്കല ഇല്ലാതായി പോകുന്നു. ക്ലിയർ. ഇനി അല്ല, ഇല്ല എന്നിവയ്ക്ക് ശേഷം സ്വരം വന്നാൽ അവയുടെ അന്ത്യത്തിലുള്ള അകാരം ലോപിക്കും. അപ്പോൾ അല്ല എന്ന് പറയുമ്പോൾ ആ എന്നതിൽ അവസാനിക്കുന്നത്, ഇല്ല എന്ന് പറയുമ്പോൾ ആ എന്നുള്ളതിലാണ് അവസാനിക്കുന്നില്ലേ. അപ്പം അതിലെ ആ എന്നുള്ള ശബ്ദം അല്ലെങ്കിൽ ആ എന്നുള്ള സ്വരം എന്ത് ചെയ്യുന്നു, ലോപിച്ചിട്ട് പരപദത്തിലെ എ എന്നുള്ള ഇവിടെ തന്നിട്ടുള്ള എ ശബ്ദം പരപദത്തിലെ സ്വരം ഇതിനോട് കൂടി ചേരുമ്പം അല്ല അധികമെങ്കിൽ അല്ലെങ്കിൽ എന്നാവുന്നു. ക്ലിയർ. ഇനി ചെയ്തു, ചെയ്യുന്നു തുടങ്ങിയ ഉകാരം. അപ്പോൾ ചെയ്തു എന്ന് പറയുമ്പോൾ ഓയിലാണ് അവസാനിക്കുന്നത്, ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഓയിലാണ് അവസാനിക്കുന്നത്. ആ ഒരു ഓ എന്നുള്ള ശബ്ദം പൂർണ്ണക്രിയയ്ക്ക് ശേഷം സ്വരം വന്നു കഴിഞ്ഞാൽ ഉകാരം ലോപിക്കും. ഇതുപോലെ തന്നെ സെയിം രീതിയിൽ തന്നെയാണ് എല്ലാം സ്വരം വന്നു കഴിഞ്ഞാലാണ് ലോപിക്കുക. അപ്പോൾ ചെയ്തു അധികം ഇല്ല, ചെയ്തില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു ഊ എന്നുള്ള ശബ്ദം, അതായത് ആ കുനിപ്പ്, നമ്മളങ്ങനെയാണ് പറയുക, കുനിപ്പ് എന്ന് പറയും. നിങ്ങൾക്ക് അങ്ങനെയാണോ പറയാമെന്നറിയില്ല. നമ്മളിവിടെ കുനിപ്പ് എന്ന് പറയും. കുനിപ്പ്, ചന്ദ്രക്കല, വള്ളി അങ്ങനെയൊക്കെ പറയും. അങ്ങനെയാണ് നമ്മൾ ചിഹ്നത്തിന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ ലോപിക്കും. ക്ലിയർ. അടുത്തത് ആഗമസന്ധിയാണ്. ആഗമസന്ധി എന്ന് പറഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്ന സമയത്ത് അതിനെ കൂടാതെ മൂന്നാമതൊരു വർണ്ണം കൂടി വരുന്നതാണ് ആഗമസന്ധി. അപ്പോൾ ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ള എല്ലാ അക്ഷരങ്ങളും നമ്മൾ ചേർത്ത് എഴുതുന്ന വാക്കിലും ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു പദം കൂടി അല്ലെങ്കിൽ മറ്റൊരു അക്ഷരം കൂടി ചേർത്ത് എഴുതുന്ന സമയത്ത് വരുന്നു. അങ്ങനെയുള്ളതിനെയാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. ആഗമം എന്ന് പറഞ്ഞാൽ വരിക എന്നർത്ഥം. ഇവിടെ നോക്കൂ, പുക അധികം ഉണ്ട്, പുകയുണ്ട്. അപ്പോൾ പുക എന്നുള്ളത് ഏതിലുണ്ട്, ഇവിടെയുണ്ട്. ഉണ്ട് എന്നുള്ളത്, ഇപ്പോൾ പുകയുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ട് എന്നുള്ളത് അവിടെയുണ്ട്. ഓക്കെ, ഇനി അവിടെ എക്സ്ട്രാ ഒന്ന് വന്നിട്ടുള്ളത് യാ എന്നുള്ളതാണ്. ഒന്നുകിൽ യാ എന്നുള്ള അക്ഷരം അല്ലെങ്കിൽ വാ എന്നുള്ള അക്ഷരമായിരിക്കും ഇവിടെ ആഗമിക്കുക. ഓക്കെ, ഇപ്പോൾ തിരു അധികം ആതിര, തിരുവാതിര. ഇവിടെ ഓൾറെഡി തന്നിട്ടുള്ള വാക്കുകളും അക്ഷരങ്ങളും ഒക്കെ എന്തിലുണ്ടായിരിക്കും, നമുക്ക് ചേർത്ത് എഴുതിയ പദത്തിലുണ്ടായിരിക്കും. അതോടൊപ്പം ഒന്നുകിൽ യാ വരും അല്ലെങ്കിൽ വാ വരും. ക്ലിയർ. ഇപ്പോൾ അധികം ആതിര, തിരുവാതിര എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ സന്ദർഭത്തിലാണ് ഈ ആഗമസന്ധി സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ താലവ്യസ്വരത്തിന് ശേഷം സ്വരം വന്നാൽ യാ ആഗമിക്കും. അപ്പോൾ ഏതൊക്കെയാണ് താലവ്യസ്വരം? ആ ഇ ഈ എ ഐ ഒക്കെ ആ ഇ ഈ എ ഐ. ഇതാണ് താലവ്യസ്വരങ്ങൾ. അപ്പോൾ ഈ താലവ്യസ്വരത്തിന് ശേഷം സ്വരം വന്നു കഴിഞ്ഞാൽ എന്താവും, യാ ആഗമിക്കും എന്നാണ് പറയുന്നത്. ക്ലിയർ. അപ്പോൾ കര എന്ന് പറയുമ്പോൾ ആ എന്നുള്ളൊരു ശബ്ദം വരുന്നുണ്ട്. അപ്പോൾ കര അധികം ഉള്ള, കരയുള്ള എന്ന് വരുന്നു. ക്ലിയർ. ഇനി ഓഷ്ട്യസ്വരം. ഓഷ്ട്യം എന്ന് പറഞ്ഞാൽ ചുണ്ടുകൊണ്ട് ഉച്ചരിക്കുന്നത് എന്നാണ് അർത്ഥം. ഓഷ്ട്യം. അതിൽ
ഊ. നിങ്ങൾ പറഞ്ഞു നോക്കുക, ഊ എന്ന് പറയുമ്പോൾ ചുണ്ടൊരു വൃത്താകൃതിയിലാണ്, വർത്തുള്ള രൂപത്തിലാണ് വരുന്നത്. ഊ എന്ന് പറയുമ്പോൾ. ഓ എന്ന് പറയുമ്പോഴും ഔ എന്ന് പറയുമ്പോഴും ഇതേ രീതിയിലാണ്. ഓഷ്ട്യ സ്വരങ്ങളാണ് ഇതെല്ലാം പറഞ്ഞത്. അപ്പോൾ കണ്ടു എന്ന് പറയുമ്പോൾ കണ്ടു എന്നാകുമ്പോൾ നമ്മുടെ ചുണ്ടൊരു വൃത്താകൃതിയിൽ വർത്തുള്ള രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ കണ്ടു അധികം എങ്കിൽ കണ്ടെങ്കിൽ എന്ന് വരുന്നു, അല്ലെങ്കിൽ കണ്ടുവെങ്കിൽ എന്ന് പറയാം. കണ്ടുവെങ്കിൽ. ഓക്കെ, അപ്പോൾ അവിടെ വാ എന്നുള്ള അക്ഷരം ആഗമിക്കുന്നു. ഇനി ചുട്ടെഴുത്തുകൾക്ക് ശേഷം സ്വരം വന്നാൽ വാ ആഗമിക്കുക. അപ്പോൾ എന്താണ് ചുട്ടെഴുത്ത്? ആ, ഈ, എ. ഇതാണ് ചുട്ടെഴുത്ത്. ചുട്ടെഴുത്ത് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാനുള്ള എഴുത്ത്. അതായത് അവിടെ, ഇവിടെ, എവിടെ, അത്, ഇത്, ഏത്, അങ്ങനെയൊക്കെ പറയില്ലേ, അതാണ് ചൂണ്ടിക്കാണിക്കാനുള്ള എഴുത്തിനെയാണ് ചുട്ടെഴുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ചുട്ടെഴുത്തിൻ്റെ കൂടെ സ്വരം വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്താ വരിക? വാ എന്നുള്ള അക്ഷരമാണ് വരിക. ക്ലിയർ? അപ്പോൾ അതാണ് ആഗമസന്ധി. ഇനി നമ്മൾ പറയുന്നത് ദ്യുതസന്ധിയാണ്. ദ്യുതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇരട്ടിപ്പ് എന്നാണ് അർത്ഥം, രണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഒരു രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ സന്ധിക്കുന്ന സമയത്ത് ഒരു വർണ്ണം എന്ത് ചെയ്യുന്നു? ഇരട്ടിച്ച് വരുന്നു. അപ്പം മുല്ല അധികം ചെടി, മുല്ലച്ചെടി. ഇതിലെ രണ്ടാമത്തെ പരപദത്തിലെ ആദ്യത്തെ അക്ഷരം എന്ത് ചെയ്യുന്നു? ഇരട്ടിക്കുന്നു. ഇനി എപ്പോഴൊക്കെയാണ് ഇരട്ടിപ്പ് സംഭവിക്കുന്നത്, ദ്വിത്വസന്ധി ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ പൂർവ്വപദം വിശേഷണവും ഉത്തരപദം വിശേഷ്യവും ആയി വരുമ്പോൾ ഉത്തരപദത്തിൻ്റെ ആദിയിലെ വർണ്ണം ഇരട്ടിക്കും. നോക്കൂ, പൂർവ്വപദം വിശേഷണം. നമുക്ക് തന്നുള്ള ഉദാഹരണം തല അധികം കെട്ട്, തലക്കെട്ട്. അപ്പോൾ ഇവിടെ ക എന്നുള്ള അക്ഷരമാണ് എന്ത് ചെയ്യുന്നത്? ഇരട്ടിക്കുന്നത്. പൂർവ്വപദം വിശേഷണം, ഇതാണ് പൂർവ്വപദം. ഇത് എന്തിൻ്റെ വിശേഷണമാണ്? കെട്ടിൻ്റെ വിശേഷണമാണ് തല എന്ന് പറയുന്നത്. ഇനിയോ വിശേഷ്യം, ഉത്തരപദം വിശേഷ്യം. വിശേഷ്യം എന്ന് പറഞ്ഞാൽ ഏതിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതാണ് വിശേഷ്യം. ഓക്കെ, അപ്പോൾ അങ്ങനെ പൂർവ്വപദം വിശേഷണവും ഉത്തരപദം വിശേഷ്യവുമായി വരുന്ന സമയത്ത് ഉത്തരപദത്തിൻ്റെ ആദിയിലെ വർണ്ണം ഇരട്ടിക്കും. അതിൻ്റെ ഉദാഹരണമാണിത്. ഇനി ഇരട്ടിപ്പ് സംഭവിക്കാത്ത സന്ദർഭങ്ങളും ചില സമയത്ത് ഉണ്ടാകാറുണ്ട്. ഇരട്ടിപ്പ് സംഭവിക്കാത്ത ചില സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. എങ്കിലും അവയെ എന്തായിട്ട് കണക്കാക്കുള്ളൂ? ദ്വിത്വസന്ധിയിലാണ് കണക്കാക്കുന്നത്. ഉദാഹരണം, പൂർവ്വപദം കേവല ധാതുവാണെങ്കിൽ ഉത്തരപദാതി ഇരട്ടിക്കില്ല. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഓർത്ത് വെക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. പൂർവ്വപദം കേവല ധാതുവാണെങ്കിൽ ഉത്തരപദാതി ഇരട്ടിക്കില്ല. അപ്പോൾ എരി അധികം തീ, എരിതി എന്ന് പറയുമ്പോൾ തകാരം അവിടെ ഇരട്ടിക്കുന്നില്ല. നോക്കൂ, എരി എന്ന് പറയുന്നത് എന്താണ്? കേവല ധാതു. കേവല ധാതു പറഞ്ഞാൽ ക്രിയാധാതു എന്നാണ് അർത്ഥം. അപ്പോൾ എരിക്കുക എന്ന് പറയുന്ന ക്രിയയുടെ ധാതുവാണ് ഇരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേവലധാതു, പൂർവ്വപദം കേവലധാതു അല്ലെങ്കിൽ ക്രിയാധാതു ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കില്ല? ഉത്തരപദത്തിൻ്റെ ആദി ഇരട്ടിക്കില്ല. ഇനി ചുട്ടെഴുത്തിന് ശേഷം വരുന്ന വ്യഞ്ജനങ്ങൾ ഇരട്ടിക്കും. ചുട്ടെഴുത്ത് എന്താ നേരത്തെ പറഞ്ഞു. അപ്പോൾ ചുട്ടെഴുത്തിന് ശേഷം ഒരു വ്യഞ്ജനം വന്നാൽ അത് ഇരട്ടിക്കും. ആ അധികം കാലം, അക്കാലം എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ലാസ്റ്റത്തത് ആദേശസന്ധിയാണ്. രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒരു വർണ്ണം പോയി ആ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വരുന്ന സന്ധിയാണ് ആദേശസന്ധി. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു വർണ്ണം പൂർണ്ണമായിട്ടും പോകുന്നുണ്ട്, പോയതിന് ശേഷം മറ്റൊരു വർണ്ണം കടന്നു വരികയാണ് ചെയ്യുന്നത്. അതാണ് ആദേശസന്ധി. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഉദാഹരണം നോക്കാം. തൺ അധികം താർ, തണ്ടാർ എന്ന് പറയുന്നു. ഓക്കെ, ഇവിടെ ത എന്നുള്ള അക്ഷരം ഇവിടെയുമുണ്ട്, അതുപോലെ ഉണ്ട്, എന്നുള്ള അക്ഷരം ഇവിടെയുണ്ട്. എന്നുള്ള അക്ഷരം ഡ എന്ന് പറയുമ്പോൾ നമ്മൾ ന് പ്ലസ് ട് പ്ലസ് ആയാണ് എന്തായി വരുന്നത്? ഡ എന്നായി വരുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് ണ എന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഡ എന്ന് പറയുന്നതിൽ എന്തുണ്ട്? ണ എന്നുള്ള അക്ഷരം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഉണ്ട്. ഇനി താർ എന്ന് പറയുന്നതിൽ ത എന്തില്ല? ഇവിടെ ഇല്ല. ത എന്നുള്ള അക്ഷരം ഇവിടുന്ന് പൂർണ്ണമായും പോയിട്ടാണ് പകരം ഏതക്ഷരം വരുന്നത്? ട എന്നുള്ള അക്ഷരം വരുന്നത്. ഓക്കെ, ഒരക്ഷരം പൂർണ്ണമായും പോയി മറ്റൊരക്ഷരം കടന്നു വരുന്നതിനെയാണ് ആദേശസന്ധി എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി എപ്പോഴൊക്കെയാണ് ആദേശം സംഭവിക്കുന്നത്? ഇപ്പോൾ തവർഗം ടവർഗത്തോട് ചേരുമ്പോൾ ടവർഗമാവും. ഓക്കെ, തവർഗ പറഞ്ഞാൽ ത എന്നുള്ള അക്ഷരം അല്ലെങ്കിൽ തവർഗത്തിലുള്ള ഏതെങ്കിലും ഒരു അക്ഷരം ടവർഗത്തോട് ചേരുന്ന സമയത്ത് അതെന്താവും? ടവർഗമാവും. ഇത് തായാണ്.
ത എന്നുള്ള അക്ഷരം. തവർഗം എന്ന് പറഞ്ഞാൽ ത ധ ധ ധ ന എന്ന് പറയുന്നത്. ഇനി ടവർഗം എന്ന് പറഞ്ഞാൽ ട ഠ ഡ ഢ ണ. അപ്പോൾ ഇൺ എന്നുള്ളത് എന്ത് വർഗ്ഗമാണ്? ടവർഗമാണ്. അപ്പോൾ ട ഠ ഡ ഢ ണ എന്ന് പറയുന്നത് ണാൻ്റെ തന്നെയാണ് ഇൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇൺ എന്നുള്ളത് ടവർഗമാണ്. തലം എന്നുള്ളതിൽ ത എന്നുള്ളത് തവർഗമാണ്. അപ്പോൾ തവർഗം എന്ത് ചെയ്യുന്നു? ടവർഗത്തോട് കൂടിച്ചേരുമ്പോൾ ഈ തവർഗം എന്തായി മാറും? തവർഗം പോയിട്ട് അതവിടെ ടവർഗമായിട്ട് മാറും എന്നാണ് പറയുന്നത്. ഉദാഹരണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ബിൻ അധികം തലം ബിണ്ടലം. ബിൻ അധികം തലം ബിണ്ടലം. അടുത്തത് ലകാരത്തോട് മകാരം ചേരുമ്പോൾ നകാരമാകും. ലകാരം, കാരം എന്ന് പറഞ്ഞാൽ ആ അക്ഷരം എന്നുള്ളത്. ല എന്നുള്ള അക്ഷരത്തോട് മ എന്നുള്ള അക്ഷരം കൂടിച്ചേരുന്ന സമയത്ത് ല എന്താവും? ന ആയിട്ട് മാറും. നകാരം. ഇപ്പം 4 അധികം മ നന്മ എന്നായി മാറുന്നു. ഇനി ലകാരം തകാരത്തോട് ചേരുമ്പോൾ എന്താണ്? ടകാരമായി മാറുന്നത്. ല എന്നുള്ള അക്ഷരം ത എന്നുള്ള അക്ഷരം അതോട് ചേരുന്ന സമയത്ത് ല എന്തായി മാറും? ല പോയിട്ട് ട ആയിട്ട് മാറും. ഓക്കെ. അപ്പോൾ ടു എന്ന് പറയുന്നതിൽ എവിടെയാണ് ത എന്നുള്ളത് എന്ന് ചോദിക്കും നിങ്ങൾ. തു എന്നുള്ളത് എന്താണ്? ഭൂതകാലത്തിൻ്റെ പ്രത്യയമാണ് തു എന്ന് പറയുന്നത്. അപ്പോൾ വില് അധികം തു എന്തായി മാറും? വിറ്റു എന്നായി മാറും. ക്ലിയർ? ഇത്രയാണ് നമ്മുടെ ടോപ്പിക്ക്. ഇനി അതിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. നന്മകൻ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? അപ്പോൾ പിരിച്ചെഴുത്തും ചേർത്തെഴുത്തും സന്ധിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു നാല് അധികം മകനാണ് നന്മകനായി മാറുന്നത്. 4 അല്ലെങ്കിൽ നൽ എന്നും കൊടുക്കാം. ക്ലിയർ? അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അത് ഏത് സന്ധിയാണ്? ആദേശസന്ധിയിലാണ് വരുന്നത്. ഇനി ലകാരം വർസ്യമായി തീരും തവർഗം പരമാവുകിൽ. ഏതാണ് അതിൻ്റെ ഉദാഹരണം? സി ആണ് അതിൻ്റെ ഉദാഹരണമായിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ വിശദമായിട്ട് പറഞ്ഞു. ഇനി വിറ്റു എന്ന പദം പിരിച്ചെഴുതുന്നെങ്ങനെ? വില് അധികം തു വിറ്റു. നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെ. വകാരാഗമമേ ചേരൂ ചുട്ടെഴുത്തുകൾ 3ലും. ചുട്ടെഴുത്തിൽ എന്ത് മാത്രമേ സംഭവിക്കുള്ളൂ? വ എന്നുള്ള അക്ഷരം മാത്രമേ ആഗമിക്കുകയുള്ളൂ. ഏതാണ് സന്ധി? ആഗമസന്ധി. അതിൻ്റെ ഉത്തരമാണ് ചോദിക്കുന്നത്. അവൻ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ? ചുട്ടെഴുത്ത് പറഞ്ഞാൽ ആ ഈ എ വരുന്നതാണ് ചുട്ടെഴുത്ത് എന്ന് പറയുന്നത്. ഓക്കെ. ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ അവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുക ചെയ്യുക. അറിവാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണോ? അല്ല. അവനി എന്ന് പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കുകയാണോ? അല്ല. ഓക്കെ. ക്ലിയർ? ഇനി ഞാനൊരു എക്സെപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദ്വിത്വസന്ധി. അതിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എരിതി എന്നിടത്ത് ത ഇരട്ടിക്കാത്തത് എന്തുകൊണ്ട്? ത വ്യഞ്ജനമായതുകൊണ്ട്, എരി എന്നത് ക്രിയാധാതുവായതുകൊണ്ട്, എരി എന്നതിൽ ഈ താലവ്യസ്വരമായതുകൊണ്ട്, വിശേഷണവും വിശേഷവും അല്ലാത്തത് കൊണ്ട്. അതിൻ്റെ ഉത്തരം എന്താണ്? ഇത് ക്രിയാധാതു ആയതുകൊണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എടുക്കുന്നത്. പറഞ്ഞതൊക്കെ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇത്തവണത്തെ കേട്ടിട്ട് എല്ലാവർക്കും ക്വാളിഫൈ ചെയ്യാൻ കഴിയട്ടെ. വീണ്ടും മറ്റൊരു ക്ലാസ്സായിട്ട് വരാം. താങ്ക് യു.